നമസ്കാരം. മലപ്പുറം വണ്ടൂരിൽ വയോധികയെ ആക്രമിച്ച് സ്വർണം മുറിച്ചെടുത്ത മുഖംമൂടി സംഘത്തെ പിടികൂടിയപ്പോൾ ഞെട്ടിയത് നാട്ടുകാരാണ്. മുഖ്യപ്രതി CPM ബ്രാഞ്ച് സെക്രട്ടറി. നാട്ടിൽ നിറഞ്ഞു പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ കവർച്ചാ കേസിൽ പോലീസ് പിടിയിലായതിൻ്റെ അമ്പരപ്പിലാണ് നാട്ടുകാർ. അമ്പലപ്പടിയിലെ വീട്ടിലെത്തി കവർച്ച നടത്തിയ കേസിലാണ് CPI ബ്രാഞ്ച് സെക്രട്ടറിയായ പടിഞ്ഞാറെ മണ്ടാവിൽ ജിജേഷ്, ഭാര്യ സഹോദരങ്ങളായ നിതിൻ, നിഖിൽ എന്നിവർ അറസ്റ്റിലായത്. വീട്ടമ്മയെ ആക്രമിച്ച് മുളകുപൊടി വിതറി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന മുഖംമൂടി സംഘമാണ് അറസ്റ്റിലായത്. 2 പവനോളം തൂക്കം വരുന്ന 2 സ്വർണ്ണവളകളാണ് സംഘം കവർന്നത്. ഡിസംബർ 22-നാണ് സംഭവം നടക്കുന്നത്. അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന ചന്ദ്രമതിയുടെ ആഭരണങ്ങളാണ് ഇവർ കവർന്നത്. ചന്ദ്രമതി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കവർച്ചയ്ക്കെത്തിയ സംഘവുമായി നടത്തിയ മൽപ്പിടുത്തത്തിൽ ചന്ദ്രമതിക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ ചന്ദ്രമതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. ജിജേഷിന്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊരു കവർച്ച ആസൂത്രണം ചെയ്തത്. ജിജേഷ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ചന്ദ്രമതി പലപ്പോഴും ജിജേഷിന്റെ ഓട്ടോയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് ചന്ദ്രമതി താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ജിജേഷ് ഭാര്യ സഹോദരന്മാരെയും കൂട്ടുപിടിച്ച് കവർച്ച ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഡിസംബർ 22-ന് രാത്രിയിലാണ് സംഭവം നടക്കുന്നത്. മൂവരും മദ്യപിച്ച ശേഷമാണ് ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് പോകുന്നത്. പിൻവശത്തെ വാതിൽ വഴിയാണ് ഇവർ വീട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ശബ്ദം കേട്ട് വാതിൽ തുറന്ന ചന്ദ്രമതിയെ ജിജേഷ് പിന്നിൽ നിന്ന് വായും മൂക്കും ബലമായി പൊത്തിപ്പിടിക്കുകയായിരുന്നു. പിൻവശത്തെ വാതിലിൽ മുട്ടിയതിനു ശേഷം ചന്ദ്രമതി വാതിൽ തുറന്നതിന് ശേഷമായിരുന്നു അക്രമം. കതക് തുറന്നയുടനെ കരാട്ടെ അധ്യാപകനായ ജിജേഷാണ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയത്. നിതിൻ കൈകളിൽ അണിഞ്ഞ സ്വർണ്ണവളകൾ മുറിച്ചെടുത്തു. നിതിൻ കയ്യിലുണ്ടായിരുന്ന കട്ടർ ഉപയോഗിച്ചായിരുന്നു വളകൾ മുറിച്ചെടുത്തത്. 3 പേരും മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. തെളിവ് നശിപ്പിക്കാനായി പരിസരത്ത് ഇവർ മുളകുപൊടി വിതറുകയും ചെയ്തു. ജിജേഷിനെ വീട്ടിലിറക്കിയ ശേഷം സഹോദരൻ ചന്ദ്രമതിയുടെ വീടിന് പരിസരത്തിലൂടെ സ്ഥിതിഗതികൾ അറിയാനായി സ്കൂട്ടറിൽ കറങ്ങുകയും ചെയ്തു. തെളിവ് നശിപ്പിക്കാനായി മുഖംമൂടിയായി ധരിച്ചിരുന്ന മങ്കി ക്യാപ്പ് ഇവർ കത്തിച്ചു കളഞ്ഞു. തങ്ങളിലേക്ക് പോലീസ് എത്താതിരിക്കാൻ കൃത്യസമയത്ത് പ്രതികൾ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. ബാർ ഹോട്ടലിലെ CCTVകളിൽ നിന്നാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. 30ഓളം CCTVകളാണ് പോലീസ് പരിശോധിച്ചത്. പരിസരം മൊത്തം വയലായിരുന്നതിനാൽ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നും തുടർന്ന് കുറച്ചു മാറിയുള്ള പരിസര പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും സംശയമുള്ള ആളുകളെയും പരിശോധിച്ച ശേഷമാണ് തങ്ങൾ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇവർ കുറ്റം സമ്മതിച്ചത്. ആദ്യം ജിജേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീടാണ് 2 പേർ കൂടി ഉണ്ടെന്നറിഞ്ഞത്. തൊണ്ടി മുതലോടുകൂടി എറണാകുളത്ത് വെച്ചാണ് നിഖിലിനെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് വണ്ടൂർ SHO സംഗീത് പുന്നത്തിൽ പറഞ്ഞു. നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ CI സംഗീത് പുന്നത്തിലും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. പ്രതികൾ പിടിയിലായതിന്റെ ആശ്വാസത്തിലാണ് ചന്ദ്രമതിയും നാട്ടുകാരും. SI-മാരായ O വാസുദേവൻ, VK പ്രദീപ്, സീനിയർ CP-മാരായ മുഹമ്മദ് ഷെഫിൻ, റിയാസ്, മഹേഷ് CM, സജീഷ് T, സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട്, ആഷിഫ് അലി, ജിയോ ജേക്കബ്, സജീഷ് K, കൃഷ്ണദാസ്, സാബിർ അലി, സജേഷ് CK, T നിബിൻ ദാസ്, അഭിലാഷ് കൈപ്പിനി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.